ഹലോ, നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 6, 7, 8 ഉണ്ട്. ഇന്നേക്ക് 4-ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. നേരത്തെ പല സർവേകളിലും എല്ലാം BJPക്ക് 3 സീറ്റ് സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് ഇതെല്ലാം മാറി മറിയുകയാണ്. BJP മാത്രമല്ല, LDF ആയാലും UDF ആയാലും ഇപ്പോൾ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കടുത്ത മത്സരമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു. അപ്പോൾ ആ സന്ദർശനം കേരളത്തിലെ ഒരു സ്ഥിതിഗതികളെ മാറ്റിമറിക്കുന്ന ഒരു ഇതാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും അദ്ദേഹം തിരുവല്ലയിൽ സന്ദർശനം നടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വലിയൊരു ആവേശമാണ്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ കൊടുത്ത ആ ഒരു സ്വീകരണം. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ തിരുവല്ലയിൽ ആൾക്കാരെങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നത് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെയുള്ള സർവേകളിലോ കണക്കുകൂട്ടലിലോ ഒന്നും പെടാതിരുന്നൊരു പേരായിരുന്നു തിരുവല്ലയുടെ NDA സ്ഥാനാർത്ഥിയായ അനൂപ് ആന്റണിയുടേത്. എന്നാൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം കഴിഞ്ഞപ്പോഴേക്കും സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടുത്തെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് അനൂപ് ആന്റണിക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ എന്ന് കാണാൻ കഴിയും. പിന്നെ നമ്മൾ എത്രയൊക്കെ തന്നെ മതേതരത്വം പറഞ്ഞാലും ജാതി മതം ഈ സമവാക്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ എത്ര ഭാവിച്ചാലും അതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തിരുവല്ലയിൽ ഭൂരിഭാഗം വരുന്ന ഈ ക്രിസ്ത്യൻ ജനവിഭാഗം എന്തായാലും അനൂപ് ആന്റണിയുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് കരുതാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിക്കുമ്പോൾ അനൂപ് ആന്റണിയുടെ പേര് എടുത്തു പരാമർശിക്കുകയും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന ഈ ഒരു സമയത്തെ വ്യക്തിപരമായൊരു നഷ്ടമെന്ന് കൂടി പറയുകയും ചെയ്തു. അപ്പോൾ ഇത് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ്? അതായത് കേന്ദ്രവുമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി അത്രയ്ക്ക് അടുത്തൊരാളാണ് അനൂപ് ആന്റണി. അപ്പോൾ അവിടെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് പ്രധാനമന്ത്രിയുമായി അത്രയും അടുത്തൊരാൾ MLA ആയി വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികസനത്തെ പിന്നെ അത് മുന്നോട്ട് തന്നെ നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തദ്ദേശവാസികൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ തിരുവല്ലയെ വികസനത്തിലേക്ക് നയിക്കാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ നാളുകളായി അനൂപ് ആന്റണി BJPയുടെ യുവജന സംഘടനയുടെ ദേശീയ ഭാരവാഹിയായി തന്നെ വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരുവല്ലയിലെ ആൾക്കാർക്കെല്ലാം അനൂപ് ആന്റണി വളരെ പരിചിതനുമാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം തിരുവല്ലയിൽ ഉണ്ടാക്കിയൊരു ഓളം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. കാരണം ഒരു സർവേകളിൽ പോലും ഈ ഒരു തിരുവല്ല BJPക്ക് ഒരു സാധ്യത കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ പ്രധാനമന്ത്രിയെ വരവേറ്റ തിരുവല്ലക്കാരുടെ ഒരു ആവേശം കാണുമ്പോൾ തിരുവല്ലയ്ക്ക് ഒരു സാധ്യതയില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്.